അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ റിലേറ്റഡ് വീഡിയോ കേട്ടോ. അപ്പം എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു കോണ്ടൻറ്റ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കുന്നു. കാരണം മോള് ഇതുവരെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം മോള് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വർഷം മുതൽ അവൾ KG സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇന്നിപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അവൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതും പിന്നെ അതുപോലെ തന്നെ മോളുടെ ഫസ്റ്റ് ഡേയും അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതാ മോൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനറീസൊക്കെ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ കേട്ടോ, താഴെ തന്നെ ഒരുപാട് സ്റ്റേഷനറീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റേഷനറിയിലാണ് പോയത്. നമുക്ക് താഴെ തന്നെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്കത് എളുപ്പമാണ്. അപ്പം അവിടെ പോയി നോക്കിയ സമയത്ത് നമുക്ക് ആ ലിസ്റ്റിലുള്ള കുറച്ച് സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും മോൾക്ക് ഷൂസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ ഷോപ്പിൽ പോകണം. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ അപ്പം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറേ ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ, ഒരു ഒറ്റ ദിവസത്തെ ഷോപ്പിംഗ് അല്ല, ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കുറച്ചായിട്ട് ചെയ്തതായിരുന്നു. ഇപ്പം നമ്മൾ ഷൂസ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം മോൾക്ക് 2 ഷൂസ് വേണമായിരുന്നു, ഒന്ന് ബ്ലാക്കിലും ഒന്ന് വൈറ്റിലും വേണമായിരുന്നു. 2 യൂണിഫോം വരുന്നുണ്ട്, അപ്പോൾ ഒന്നിന് ബ്ലാക്കും ഒന്നിന് വൈറ്റുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലുലുവിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഷൂസ് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലുലുവിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലുലു തന്നെ പോയി നോക്കാം ഷൂസ് എന്ന് വിചാരിച്ച്. അപ്പോൾ പോയി നോക്കിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പോയത് ആ ഒരു സ്കൂൾ തുറക്കുന്നതിൻ്റെ ആ ഒരു തലേന്നൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, കാരണം നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ ഇക്കാര്യത്തിൽ. പോയി നോക്കിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് ഷൂസൊന്നും നോക്കി എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. സൈസൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തതാണ്, എന്നിട്ട് പോലും ബ്ലാക്ക് മാത്രമേ കിട്ടിയുള്ളൂ, വൈറ്റിൽ നമുക്ക് സൈസ് കിട്ടിയില്ല. അപ്പോൾ അതിനിപ്പം വേറൊരു ഷോപ്പിൽ പോയി നോക്കണം. അങ്ങനെ ഷൂസ് വാങ്ങിച്ച് പിന്നെ ബാക്കി നമുക്ക് കിട്ടാത്ത 1-2 സാധനങ്ങളുണ്ടായിരുന്നു, അതും അവിടുന്ന് നോക്കിയെടുത്ത്. ചില സാധനങ്ങളൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കട്ടെ, എനിക്ക് ചിലതൊക്കെ പേര് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്ന പോലും ഉണ്ടായിരുന്നില്ല ഇത് എന്ത് സാധനമാണെന്നുള്ളത്. ഞാൻ കുറേയൊക്കെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇത് എന്ത് സാധനമാണെന്നൊക്കെ ഉള്ളത്. കാരണം നമ്മളൊന്നും പഠിച്ച സമയത്തുള്ള സാധനങ്ങളേ അല്ല, വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ്. ക്രയോൺസിൽ തന്നെ പല ടൈപ്പിലൊക്കെ ക്രയോൺസ് കയ്യിലാവാതിരിക്കാൻ അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഇപ്പോൾ പുതുതായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കി വാങ്ങിച്ച് പിന്നെ മോക്കുള്ളൊരു ഷൂസൊക്കെ വാങ്ങിച്ച് പിന്നെ അന്നത്തെ ദിവസം പിന്നെ അങ്ങനെ കഴിഞ്ഞു. ടൈറ്റല്ലേ പിന്നെ ഇതിപ്പം സ്കൂൾ തുറന്നതിന് ശേഷം കേട്ടോ ശരിക്കും അവൾക്ക് ബാഗ് വാങ്ങിക്കുന്നത്. കാരണം അവളുടെ അടുത്ത് ഓൾറെഡി ഒരു ബാഗ് ഉണ്ടായിരുന്നു, അവൾ പ്രീ സ്കൂളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതന്നെ യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് പറ്റൂലാന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അതൊരു ട്രോളി ബാഗായിരുന്നു. അപ്പോൾ ട്രോളി ബാഗ് ഇവിടെ മിക്ക സ്കൂളിലും ഇവിടെ അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാഗ് മാറ്റണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ ശരിക്കും അവൾ ഫസ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയതാട്ടോ. കാരണം ആ ഒരു ബാഗ് പറ്റൂല മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ ഒരു പുതിയ ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ വീഡിയോ ഈ ഷോപ്പിങ്ങിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ബാഗൊക്കെ നോക്കി. ഇപ്പോൾ ചിലത് ഇഷ്ടപ്പെടുന്നതൊക്കെ സൈസ് വലുതായിരിക്കും, കാരണം വലിയ കുട്ടികളുടെ ബാഗായിരിക്കും. അപ്പോൾ അത് മോളിടുന്ന സമയത്ത് ആകെ ബാഗ് മാത്രമേ ഉള്ളൂ, അവളെ കാണാനുണ്ടായിരുന്നില്ല. അത് ഊരിട്ട് തിരിഞ്ഞാൽ നോക്കട്ടെ.
അപ്പോൾ ഞാനിപ്പോൾ ബാഗിൻ്റെ സൈസ് നോക്കാം കേട്ടോ, കാരണം മോൾക്ക് ഡെയിലി 1-2 ബുക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതിലൊരു ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വലുപ്പമുള്ളതാണ്. അപ്പോൾ അത് പഴയ ബാഗിൽ വെക്കുന്ന സമയത്ത് അതിങ്ങനെ സൈഡൊക്കെ ചുളിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി നമ്മൾ പുതിയൊരു ബാഗ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അവർ ട്രോളി ബാഗ് പറ്റില്ല എന്നും കൂടി പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും വാങ്ങിക്കുകയാണ്. അപ്പം ഈ ഒരു ബാഗിൻ്റെ സൈസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്, കാരണം ആ ബുക്ക് ഇതിൽ കറക്റ്റായിട്ട് കൊള്ളുമോ എന്നൊക്കെ ഉള്ളത് സൈസ് നോക്കിയിട്ട് എടുക്കുകയാണ്. Madam? Edna? Oh. അത് കറക്റ്റാണ്. പക്ഷെ അതാ കുറച്ചുകൂടി പിന്നെ ഈ ഒരു ബാഗ് കണ്ടപ്പോൾ പിന്നെ നമുക്കങ്ങനെ ഇഷ്ടമായി. നമ്മൾ ആദ്യം പിങ്ക് വേണ്ടാന്ന് വിചാരിച്ചായിരുന്നു, കാരണം അവൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ അധികം പിങ്കാണ്. അപ്പോൾ ഞാൻ പിങ്ക് വേണ്ടാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ ഒരു ബാഗ് ഇത് പിങ്കാണെന്ന് വെച്ചാൽ പിങ്കാണ്, ഭയങ്കര ലൈറ്റ് പിങ്കാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. കാരണം അവൾക്ക് ഇട്ടിട്ടും നല്ല ഒരു ഭയങ്കര ഒരു ക്യൂട്ട്നെസ് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ബാഗ് എടുക്കാൻ തന്നെ വിചാരിച്ചു. ആദ്യം നമ്മൾ ആ ഒരു യൂണിക്കോൺ ആ ഒരു ഐസ്ക്രീം വരുന്നൊരു ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു ബാഗ് കണ്ട സമയത്ത് ഇത് ഒന്നും കൂടി ഇഷ്ടമായപ്പോൾ പിന്നെ ഇതെടുത്ത്. അങ്ങനെ ബാഗ് സെറ്റായി. പിന്നെ ഒരു ടിഫിൻ ബോക്സും കൂടി വേണമായിരുന്നു, കാരണം ടിഫിൻ ബോക്സ് ഞാൻ അവൾക്ക് കൊടുത്തയച്ചിരുന്ന കുറച്ച് വലുതാണ്. അത് ഞാൻ ഓൺലൈൻ ഓർഡർ ആക്കിയതായിരുന്നു. അപ്പം അത് കുറച്ച് ഭയങ്കര വലിയ സൈസാണ്. അത് ഫസ്റ്റ് ഡേ കൊടുത്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര സൈസാണ്. കാരണം അതിൽ നമ്മൾ എത്ര വെച്ചാലും അത് ഫുള്ളാവില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് വലിയ ആൾക്കാരുടെ ടിഫിൻ ബോക്സ് ആയിരിക്കും. അപ്പം ഒരു ടിഫിൻ ബോക്സ് അവളുടെ സൈസിന് പറ്റിയൊരു ടിഫിൻ ബോക്സ് വേണമായിരുന്നു. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് എടുക്കണം. എനിക്കിങ്ങനെ കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് വരുന്ന ഒരു ടിഫിൻ ബോക്സ് വേണമെന്നായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോൾക്ക് പെട്ടെന്ന് തുറന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ലഞ്ച് ബോക്സ് വേണമെന്നുണ്ടായിരുന്നു. കാരണം നോർമൽ സ്റ്റീലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് അങ്ങനെ തുറന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പം അവൾക്ക് വേഗം തുറന്നിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. നല്ല മറ്റാണ് അത് ഒന്ന് ഓപ്പൺ ആക്കാൻ ശരിക്കും അത്ര മതി. എന്താണ് അതിൽ കമ്പാർട്ട്മെന്റ് കൂട്ടാനുള്ള കുറച്ച് ഓവർ ചെറുതായി പോയോ? ചോക്കൊക്കെ അല്ലേ, വെറുതെ കുറേ സ്ഥലം കൊണ്ടുപോയിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് കണ്ടപ്പം ഇഷ്ടമായി. സൈസും ഓക്കെയാണ്. പിന്നെ കമ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം ഇത് കണ്ടപ്പം കുഴപ്പമില്ലാന്ന് തോന്നി. സൈസും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അവളെ കൊണ്ട് ഓപ്പൺ ആക്കിച്ചൊക്കെ നോക്കി അവൾക്ക് പറ്റുന്നുണ്ടോയെന്നൊക്കെ. അപ്പം അവൾ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും കൂടിയും വേണമായിരുന്നു. പക്ഷെ അത് അവിടെ നോക്കിയ സമയത്ത് അവിടെ ഫുള്ള് സ്ട്രോ ഉള്ള ടൈപ്പാണുള്ളത്. അപ്പോൾ എനിക്ക് സ്ട്രോ ഉള്ള ടൈപ്പ് തീരെ ഇഷ്ടമല്ല. കാരണം ഈ സ്ട്രോ ഉള്ള ടൈപ്പ് നമുക്ക് ഡെയിലി അത് നമുക്ക് കഴുകി വൃത്തിയാക്കാൻ ഭയങ്കര പണിയാണ്. പിന്നെ ഈ സ്ട്രോ ഉള്ളതിനൊക്കെ ഒരുപാട് കുഞ്ഞു ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പം ആ ഒരു ഗ്യാപ്പിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു പൂപ്പൽ പോലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി അതൊരു ടാസ്ക്കാണ്. പിന്നെ അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്ത ബാഗിലൊന്ന് വെച്ച് നോക്കുകയാണ്. കാരണം ഈ ബാഗിലാണല്ലോ ഇനിയിപ്പോൾ കൊണ്ടുപോകേണ്ടത്. അപ്പം കറക്റ്റാണോ നോക്കുകയായിരുന്നു. അപ്പം അത് ആ ടിഫിൻ ബോക്സിന് കറക്റ്റ് ആയിരുന്നു ആ ഒരു ബാഗ്. അപ്പം നമ്മൾ അതങ്ങനെ ഫിക്സാക്കി. പിന്നെ ഇങ്ങനത്തെ ഷോപ്പിൽ വന്നാൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കേണ്ടി വരും എക്സ്ട്രാ, ഇതൊന്നും പോരാഞ്ഞിട്ട്. അപ്പം ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുട്ടികളുടെ ഒരു വാട്ടർ ഡിസ്പെൻസറാണ്. അപ്പം ഇത് ഞാൻ കുറച്ചായിട്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ചും കൂടി വെള്ളം കുടിക്കാനൊക്കെ ഒരു താല്പര്യം വരുമല്ലോ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു കൊടുത്ത്. നമുക്ക് വേണ്ട സ്ട്രോ ഉണ്ട്, അത് ക്ലീൻ ആക്കാൻ പറ്റില്ല, അതിൽ ഡേർട്ടി ആവും വേഗം.
പിന്നെ ഇതിപ്പം നമ്മൾ ഒരു വീക്കെൻഡ് ഇരുന്നിട്ട് നമ്മൾ ബുക്കെല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. കാരണം ഈ കവർ ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് ബുക്കെല്ലാം കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. നമുക്ക് ക്ലാസ് ടീച്ചറൊക്കെ കണ്ട് ബുക്കൊക്കെ സബ്മിറ്റ് ചെയ്ത് വരാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തലേന്നാട്ടോ നമ്മൾ ശരിക്കും ബുക്കൊക്കെ കവർ ചെയ്യുന്നത്. ശരിക്കും അവർ ബുക്കൊക്കെ നമുക്ക് എന്നോ തന്നിട്ടുണ്ട്, പിന്നെ സ്റ്റേഷനറി വാങ്ങേണ്ട ലിസ്റ്റൊക്കെ എന്നോ തന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എല്ലാവരും ലാസ്റ്റ് മിനിറ്റിലാണല്ലോ എല്ലാ കാര്യങ്ങളും വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ലാസ്റ്റ് മിനിറ്റിലായിരുന്നു. അപ്പം തലേന്നിരുന്നിട്ടാണ് ബുക്ക് കവർ ചെയ്യുന്നതൊക്കെ. ഞാനിപ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റേഷനറിയിൽ വന്നതാട്ടോ. കാരണം തലേന്ന് സാധനങ്ങൾ വാങ്ങിച്ച സമയത്ത് ഒരു പൗച്ചും പിന്നെ നെയിം സ്ലിപ്പും വാങ്ങിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ക്രയോൺസും കാര്യങ്ങളൊക്കെ ഒരു പൗച്ചിലിട്ട് കൊടുക്കാനും, പിന്നെ നമുക്കിങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇങ്ങനെ പേരെഴുതാനുള്ളൊരു സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കൊക്കെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് പേരെഴുതിയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയിം സ്ലിപ്പ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ വേഗം താഴെ പോയിട്ട് ഒരു സ്റ്റേഷനറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു. മറ്റേ സ്റ്റേഷനറി പോയി. അപ്പോൾ ഇക്കയാണ് ബുക്കെല്ലാം കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സമയം തന്നെ എല്ലാ സാധനങ്ങളും ലേബൽ ചെയ്തിട്ട് എടുക്കുകയായിരുന്നു. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും ബുക്കും പിന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ ലേബൽ ചെയ്തിട്ട് കൊടുക്കണം. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല, ഇതെല്ലാം സ്കൂളിൽ കീപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ഏത് കുട്ടീൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ലേബൽ ചെയ്യണം. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സ്റ്റേഷനറി എല്ലാം ഓരോന്നും എടുത്തിട്ട് ലേബൽ ചെയ്യാണ്. അപ്പോൾ ബുക്സിലൊക്കെ ഞാൻ നെയിം സ്ലിപ്പ് വെച്ചിട്ട് തന്നെ ലേബൽ ചെയ്തു. പിന്നെ ഈ ഗ്ലൂ, പെൻസില്, അങ്ങനത്തെ ക്രയോൺസ്, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്തതാണ്. നമുക്കിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മളിങ്ങനെ നമ്മുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ആക്കിയിട്ട് തരും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റേത് നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ച് നമ്മൾ അതിൽ എഴുതിയിട്ട് പിന്നെ ഒട്ടിക്കേണ്ട. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ലേബിൾ ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ്? പ്ലാസ്റ്റിക് ക്രയോൺസ്, ഇങ്ങനെ ഒരുവിധം സാധനമൊക്കെ ലേബൽ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴാണ് ഓർമ്മ വന്നത് മോളുടെ യൂണിഫോമിലുള്ള ഫോട്ടോ എടുത്തിട്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം മോളെ യൂണിഫോമൊക്കെ മാറ്റിച്ച് വീണ്ടും ഞാൻ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും സ്റ്റുഡിയോ നമ്മളെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഉണ്ട്. അപ്പം അവിടേക്കാണ് പോയത്. അപ്പോൾ മോൾക്ക് ഇവിടെ മുന്നേ ഫോട്ടോ എടുക്കാമെന്ന് പരിചയമുള്ളതുകൊണ്ട് തന്നെ അവൾ വേഗം കയറി ആ ബെഞ്ചിലിരുന്നിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്യാൻ തുടങ്ങി. സ്മൈലാക്കി കൊച്ചിങ്ങനെ
നെക്സ്റ്റ് ഡേ നമ്മൾ ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ടീച്ചറെ മീറ്റ് ചെയ്യാനും പിന്നെ മോളുടെ ക്ലാസ് റൂമും ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നെക്സ്റ്റ് ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്സ് അഡ്മിഷൻ എല്ലാം കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ക്ലാസ് വരുന്നത് 8:30 to 12:30 ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ കൊണ്ടുവിടാമെന്നാണ് വിചാരിക്കുന്നത്. അവളെ പിക്ക് ആൻഡ് ഡ്രോപ്പ് നമ്മൾ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബസ്സൊന്നും ആക്കിയിട്ടില്ല, കാരണം ബസ് നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് ഒരു അരമണിക്കൂർ ഡിഫറൻസ്, നമ്മൾ ഇറങ്ങുന്നതിലും ഒരു അരമണിക്കൂർ മുന്നേ നേരത്തെ ഇറങ്ങണം ബസ്സാണെന്നുണ്ടെങ്കിൽ. അപ്പം രാവിലെ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണല്ലോ, കാരണം ഇവരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പം നമുക്ക് ഒരു 5 മിനിറ്റ് പോലും നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ അത്രയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് ഡേ ആണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ മോൾ ഓൾറെഡി പോകുന്നുണ്ടായിരുന്നു പ്രീ സ്കൂളിൽ. അപ്പം നമുക്ക് ആ ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി സെറ്റാണ്, അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ മോൾ കുറച്ചും കൂടി വലിയൊരു സ്കൂളിലേക്ക് പോവുകയാണ്, പിന്നെ യൂണിഫോം കാര്യങ്ങൾ, പിന്നെ അവൾ പ്രീ സ്കൂളിൽ പോകുന്നതിലേറെ ഒരു 45 minutes മുന്നേ എണീക്കും. അത്രയും ഒരു ഡിഫറൻസേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് അങ്ങനെ വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇത് നമുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഓരോന്നിനും എത്ര സമയം എടുക്കും എന്നുള്ളതൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഭയങ്കര കൂളായിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ടെൻഷൻ എനിക്ക് ശരിക്കും അവൾ പ്രീ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേയിലാണ് ഉണ്ടായിരുന്നത്, കാരണം എങ്ങനെ എല്ലാം കൂടി ഇതാക്കുക, എങ്ങനെ ഫുഡ് അവൾ കൊടുത്താൽ കഴിക്കുമോ, അങ്ങനത്തെ ടെൻഷനൊക്കെ എനിക്ക് അന്നാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ശരിക്കും ഭയങ്കര കൂളായിരുന്നു, കാരണം ഇപ്പോൾ കുറച്ചായല്ലോ, 2-3 മാസമായിട്ട് മോൾ പ്രീ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അവൾക്കും തന്നെ ഒരു പ്രീ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു പുതുമയൊന്നുമില്ല. പുതുമ ഉണ്ടോയെന്ന് വെച്ചാൽ യൂണിഫോമൊക്കെ ഇട്ട് പുതിയ സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്നല്ലാണ്ട് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും അവൾക്കും ഇല്ല. എല്ലാവർക്കും ഫോട്ടോ വീഡിയോ കാണാം. ഷാളും എല്ലാവരും എനിക്ക് മെയിൻ ഒരു മാറ്റം തോന്നിയത് ഈ മുടിയൊക്കെ കെട്ടി ഒതുക്കലാണ്. കാരണം സ്കൂളിൽ നമ്മൾ മുടിയൊക്കെ കെട്ടുന്നതിനും മുടിയിൽ യൂസ് ചെയ്യുന്നതിനൊക്കെ ഒരു റൂൾ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഭയങ്കര ഹെയർ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ പറ്റുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയിലാണ് എനിക്ക് കുറച്ച് ടൈം എടുത്തത്. കാരണം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഡേ, അവളുടെ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ ആയിരിക്കും ഞാൻ അവളുടെ മുടി ആദ്യമായിട്ട് മുടഞ്ഞിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം മുടിയിലെടുത്തിട്ടുണ്ടായിരുന്നു. മറ്റത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു പോണിറ്റെയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈലല്ലേ ചെയ്യുക. ഞാൻ അവളെ റെഡിയാക്കി അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ അവളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്നിപ്പം ജസ്റ്റ് ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ, കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഒരുപാട് പാക്ക് ചെയ്തിട്ട് അവർക്ക് അത് തിന്നാനുള്ള സമയമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒന്നും അറിയില്ലല്ലോ. പിന്നെ തലേന്ന് ടീച്ചറെ കണ്ട സമയത്ത് ടീച്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരുപാടൊന്നും കൊടുത്തയക്കരുത്, കുറച്ച് കൊടുത്താൽ മതി, കാരണം അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യരുത് അവരെ കൊണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഒരുപാടൊന്നും കൊടുത്തയച്ചില്ല, അവൾ കഴിക്കാൻ തോന്നുന്നത് മാത്രമേ ഞാൻ കൊടുത്തയച്ചുള്ളൂ. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്ത് ഇക്ക റെഡിയാകാൻ പോയി. ഇന്നിപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടിയാണ് കൊണ്ടാക്കുന്നത്.
ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 5-10 മിനിറ്റ് മുന്നേ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളുടെ അടുത്ത് 8:15 ആകുമ്പോഴാണ് സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല അബുദാബി. Where are you going? I go to big school. Big school? What's your school's name? Alice. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സ്കൂളിലെത്തിയപ്പം അവൾ ഓക്കെ ആവുന്നുള്ളത്. കാരണം പ്രീ സ്കൂള് പോലെയല്ലല്ലോ, ഇവിടെ ഒരുപാട് കുട്ടികളും ഒരുപാട് ആൾക്കാരൊക്കെ കാണുമ്പോൾ ടെൻഷൻ ആവുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഭയങ്കര കൂളായിരുന്നു കേട്ടോ. അവൾ വേഗം ബാഗൊക്കെ വാങ്ങിച്ച് ഉള്ളിലേക്ക് അങ്ങ് പോയി. പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മാഷാ അല്ലാ. അങ്ങനെ എല്ലാ പാരൻസിൻ്റെയും ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ് മക്കൾ ഫസ്റ്റായിട്ട് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളും ഇപ്പോൾ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് കാലത്തേക്ക് ഈ ഒരു ജേണി ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.